നമസ്കാരം, ഞാൻ രഞ്ജിലാൽ. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ വെൻ കറണ്ട് ഫ്ലോസ് എന്ന ചാപ്റ്ററിൻ്റെ 2ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്ത ഇത് നമുക്കൊരു ഇലക്ട്രിക്കൽ സർക്യൂട്ട് എന്താണെന്നും ഇലക്ട്രിക്കൽ സർക്യൂട്ട് എത്ര വിധത്തിലുണ്ടാകുന്നതെന്നൊക്കെയാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ചെറിയ ഹോംവർക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു പറഞ്ഞത്? തന്നിരിക്കുന്ന ചിത്രത്തിൽ ഇത് ഓപ്പൺ സർക്യൂട്ടാണോ അതോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ എന്ന് കണ്ടെത്താനാണ്. ഇത് ഓപ്പൺ സർക്യൂട്ടാണോ ക്ലോസ്ഡ് സർക്യൂട്ടാണോ നിങ്ങൾ നോക്കിയോ? ഓക്കെ, നമുക്കതിൻ്റെ ഉത്തരം പറയാം. എന്താണ് ഇത്? എവിടെയെങ്കിലും കണക്ഷൻ വിട്ടിട്ടുണ്ടോ? ഇല്ലേ, ഈ ഭാഗത്ത് കണക്ഷൻ വിട്ടിട്ടില്ലേ? സോ ഇറ്റ് ഈസ് എൻ ഓപ്പൺ സർക്യൂട്ടാണ്. ഇവിടെ നോക്കുമ്പോൾ ഇവിടെ എന്ത് വിട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതെന്താണ്? രണ്ട് ചിത്രവും ഒരു ഓപ്പൺ സർക്യൂട്ടിൻ്റെ ചിത്രമാണ്. അതിൻ്റെ കാരണം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ബൾബ് കത്താത്തത്. ബൾബ് കത്താതിരിക്കുന്നതിന് കാരണം. ക്ലിയർ ആണല്ലോ. ഇപ്പോൾ നമുക്കിനി ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. ഫോർ കറണ്ട് ടു ഫ്ലോ. എന്താണ് കറണ്ട് ഫ്ലോ ചെയ്യുന്ന വസ്തുക്കളും കറണ്ട് ഫ്ലോ ചെയ്യാത്ത വസ്തുക്കളുണ്ടോ എന്ന് നോക്കാം. ഉണ്ട് അല്ലേ. അപ്പോൾ എല്ലാ വസ്തുക്കളും കറണ്ട് കടത്തിവിടുമോ? ഇല്ല. അപ്പോൾ ഏതൊക്കെ വസ്തുക്കളാണ് നമ്മളിതിൽ കറണ്ട് കടത്തിവിടുന്നത്, കറണ്ട് ഇടാത്ത വസ്തുക്കൾ ഏതാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു സർക്യൂട്ടില്ലേ, ആ സർക്യൂട്ട് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന രണ്ട് സർക്യൂട്ടാണ്. അതായത് ഒരു കാർബോർഡിന് മുകളിൽ രണ്ട് ആണി തറച്ചു, ആണിയോ എന്തെങ്കിലും സ്ക്രൂവോ എന്തെങ്കിലും വെച്ചിരിക്കുക. എന്നിട്ട് ഒരു കോപ്പർ വയർ നേരെ എന്തുമായിട്ട് കണക്ട് ചെയ്യുക? ബൾബിലേക്ക് കണക്ട് ചെയ്യാം. ഏറ്റവും സിമ്പിളായിട്ട് ബൾബാണല്ലോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മെത്തേഡ്. ഇനി ബസർ ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അതിനെക്കാട്ട് ഏറ്റവും നല്ല ബൾബ് കത്തുമല്ലോ അല്ലേ. അപ്പോൾ അത് ഉപയോഗിക്കാം. ഇനി പിന്നെന്ത് ചെയ്യാണ്? ഒരു ബാറ്ററിയുടെ ഒരു സെല്ലിൻ്റെ ഒരു എൻഡിൽ പോസിറ്റീവ് എൻഡിലേക്ക് കണക്ട് ചെയ്യാം. ആ പോസിറ്റീവ് എൻഡ് എന്ത് ചെയ്യുന്നു? രണ്ടാമത്തെ ഈ ആണിയുടെയോ അല്ലെങ്കിൽ സ്ക്രൂവിൻ്റെ മുകളിലേക്കോ കണക്ട് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, ഇതാണ് നമ്മളുടെ ഒരു സെറ്റപ്പ്. ആ സെറ്റപ്പിൽ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ രണ്ട് ആണിക്കിടയിൽ നമ്മൾ നമ്മൾ ഈ ടേബിളിലുണ്ടാവും. ആ ടേബിളിൽ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസുകൾ, മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യുക? കണക്ട് ചെയ്ത് പിടിക്കുക. രണ്ടിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാണ്? ഈ പറഞ്ഞിരിക്കുന്ന ഈ രണ്ട് ആണിക്ക് തമ്മിൽ ടച്ച് ചെയ്തിട്ട് ഒരു ആണിയിൽ നിന്ന് മറ്റൊരു ആണിയിലേക്ക് ടച്ച് ചെയ്യുന്ന രീതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന സബ്സ്റ്റൻസുകളൊക്കെ ഓരോന്ന് വെച്ച് നോക്കാം. എന്നിട്ട് അത് നോക്കുമ്പോൾ ഏതൊക്കെയാണ് കടത്തിവിടുന്നത്, ഏതൊക്കെയാണ് കടത്തിവിടാത്തതെന്ന് നോക്കാം അല്ലേ. ആദ്യമായിട്ട് ഈ ആണിക്കിടയിൽ ഒരു ചെറിയൊരു ആണി എന്തെങ്കിലും കൊടുക്കുക. മുട്ടു സൂചിയോ അല്ലെങ്കിൽ ആണി എന്തെങ്കിലും കൊടുക്കുക. അത് കൊടുത്തു നോക്കുമ്പോൾ എന്ത് ചെയ്യും? ആ ബൾബ് കത്തുന്നതായിട്ട് കാണാം. അവിടെ വെച്ചിരിക്കുന്ന ബൾബേ കത്തും. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യും? ദ കറണ്ട് ഈസ് കണ്ടക്റ്റഡ്. അങ്ങനെ കടത്തി വിടുന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യും? കറണ്ട് കടത്തി വിടുന്നു. കണ്ടക്റ്റഡ്, ആ വേർഡ് ഓർമ്മിക്കണം കേട്ടോ, കണ്ടക്റ്റഡ്. ഓക്കെ, ഇനി അടുത്ത എന്ത് ചെയ്യുന്നു? നമ്മൾ അത് മാറ്റിയിട്ട് നെയിൽ മാറ്റിയിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? പീസ് ഓഫ് പേപ്പർ വയ്ക്കുന്നു. ഒരു പീസ് ഓഫ് പേപ്പർ, രണ്ടിൻ്റെ ഇടയിൽ ഒരു പേപ്പർ കണക്ട് ചെയ്യാണ്. അപ്പോൾ പേപ്പർ കണക്ട് ചെയ്തിട്ട് ബൾബ് കത്തോ? ഇല്ല. ഡസ് നോട്ട് കണ്ടക്ട് ഗ്ലോ അല്ലേ. സോ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഡു നോട്ട് കണ്ടക്ട് ചെയ്യില്ല അല്ലേ, നോട്ട് കണ്ടക്റ്റഡ്. അപ്പം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? ഇല്ല, കണ്ടക്ട് ചെയ്യുന്നില്ല. ഇനി എന്താണ്? അത് മാറ്റിയിട്ട് അതിന് പകരം എന്ത് ഉപയോഗിച്ചു? അടുത്ത നമ്മുടെ സബ്സ്റ്റൻസുകളായിട്ടുള്ള എന്ത് ഉപയോഗിച്ചു? അടുത്ത് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ കോപ്പറിനെ കഴിഞ്ഞു ബ്ലോക്ക് ഓഫ് വുഡ്, മരത്തിൻ്റെ കഷ്ണം എടുക്കുക. മരത്തിൻ്റെ കഷ്ണം വെച്ചെടുക്കും അല്ലേ. പച്ച മരവും അതുകൊണ്ട് കേട്ടോ, ഉണങ്ങിയ മരമുണ്ട്. നമ്മൾ വെച്ചിരിക്കുന്ന മരമാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, വെച്ചിരിക്കുന്ന ബ്ലോക്ക് ഓഫ് വുഡ് ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ വെക്കുമ്പോൾ സാധാരണ കത്തുമോ? ബൾബ് കത്തുമോ? ഇല്ല, നോട്ട് ഗ്ലോ അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആ ബ്ലോക്ക് ഓഫ് വുഡ് എന്ത് ചെയ്യില്ല? ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, അഥവാ കറണ്ട് കണ്ടക്ട് ചെയ്യില്ല എന്ന് പഠിച്ചു അല്ലേ. ഇനി അടുത്ത് സ്റ്റീലിൻ്റെ സ്പൂൺ വെച്ചു. ഓക്കെ, സ്റ്റീൽ സ്പൂൺ വെച്ച് നോക്കുമ്പോൾ എന്ത് ചെയ്തു? ബൾബ് കത്തുന്നതായിട്ട് കാണാം. സോ കറണ്ട് ഈസ് കണ്ടക്റ്റഡ് അല്ലേ. അപ്പം ഈ സ്റ്റീൽ സ്പൂൺ എന്ത് ചെയ്യുന്നു? ഇലക്ട്രിസിറ്റി അഥവാ കറണ്ട് കണ്ടക്ട് ചെയ്തു നമുക്ക് പഠിച്ചല്ലോ. ഇനി അടുത്ത എന്താണ്? പ്ലാസ്റ്റിക് ഉപയോഗിച്ചു. പ്ലാസ്റ്റിക്കിൻ്റെ വയർ ഉപയോഗിച്ചു. ഈ രണ്ടിൻ്റെ ഇടയിലേ, ഈ ആണിക്ക് രണ്ടിൻ്റെ ഇടയിലേ പ്ലാസ്റ്റിക് വയർ കണക്ട് ചെയ്ത് വെച്ചു. പ്ലാസ്റ്റിക്കിൻ്റെ വയർ വെച്ച് കണക്ട് ചെയ്താൽ സംഭവിക്കും? പ്ലാസ്റ്റിക്കിൻ്റെ വയർ കണ്ടക്ട് ചെയ്യോ? ആ ബൾബ് കത്തോ? ഇല്ല, ബൾബ് കത്തില്ല. അപ്പോൾ എന്ത് ചെയ്യും? നോട്ട് കണ്ടക്റ്റഡ്. ആ പ്ലാസ്റ്റിക് വയർ എന്ത് ചെയ്യില്ല? കണ്ടക്ട് ചെയ്യില്ല.
ഇനി അടുത്ത് റബ്ബർ ബാൻഡ് രണ്ടിൻ്റെയും ആ സ്റ്റീൽ രണ്ട് ആണിക്കിടയിൽ ഒരു റബ്ബർ ബാൻഡ് ഇങ്ങനെ എന്ത് ചെയ്യാണ്, കുടുക്കി വെക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യോ, അത് കളക്ട് ചെയ്യോ? ഇല്ല, എന്ത് ചെയ്യില്ല. അപ്പോൾ റബ്ബർ എന്ത് ചെയ്യില്ല, കത്തില്ല, ബൾബ് കത്തില്ല അല്ലേ. അപ്പോൾ റബ്ബർ എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല എന്ന് മനസ്സിലായി. നോർമലി ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത വസ്തുക്കളാണ് റബ്ബറുകൾ. എന്നാൽ റബ്ബറുകളിൽ ചെറിയ ഇമ്പ്യൂരിറ്റീസൊക്കെ ആഡ് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഈ വിമാനത്തിൻ്റെ ടയറുകളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ചെറിയ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എക്സെപ്ഷണലായിട്ട് കേസ് ആയതുകൊണ്ട് നമ്മളതിനെ മാറ്റി നിർത്തുകയാണ്. ജനറൽ കേസിൽ റബ്ബർ എന്ത് ചെയ്യില്ല, കണ്ടക്ട് ചെയ്യത്തില്ല. ഓക്കെ. ഇനി ടിൻ ഷീറ്റ്, അതായത് നമ്മൾ ചെറിയ പാത്രത്തിൻ്റെ ഒക്കെ അതൊക്കെ അടിച്ച് പരത്തിയിട്ട് ഷീറ്റാക്കൂലേ, ആ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുന്നു, അത് ബൾബ് കത്തുന്നതായിരിക്കും. ഇല്ല, കറണ്ട് എന്ത് ചെയ്യുന്നു, കണ്ടക്ട് ചെയ്യുന്നു. അപ്പോൾ ഈ തന്നിരിക്കുന്ന ലിസ്റ്റുകളിൽ ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യാത്തത് നമുക്ക് ഇതിലൂടെ കണ്ടെത്താലോ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാണ്, നെയിൽ എന്താണ്, ബൾബ് കത്തുന്നുണ്ട്, അതുകൊണ്ട് എന്താണ്, നെയിൽ കണ്ടക്ട് ചെയ്യുന്നു. അതായത് ഇരുമ്പാണികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് കണ്ടക്ട് ചെയ്യുന്നത്, സ്റ്റീൽ സ്പൂൺ എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ് അല്ലേ. ഇനി അതെന്താ, ടിൻ ഷീറ്റ് എന്താണ്, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണ്. സോ ഓൾ മെറ്റൽസ് എന്ത് ചെയ്യുന്നു, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നു. മിക്കവാറും മെറ്റൽസ് എല്ലാം ഇലക്ട്രിസിറ്റി കണ്ടക്ടേഴ്സ് ആണ്, ഗുഡ് കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ആദ്യം ഈ ചാപ്റ്ററിൻ്റെ ആദ്യമേ ഞാൻ പറയേണ്ട കാര്യമായിരുന്നു. അപ്പോൾ നമ്മളൊരു നമ്മൾ എപ്പോഴും ഒരു ഇലക്ട്രിസിറ്റിയോ അല്ലെങ്കിൽ ഹീറ്റിൻ്റെയോ പരീക്ഷണം ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റിയോ ഹീറ്റിൻ്റെയോ ഒക്കെ പരീക്ഷണം ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമ്മളൊരു പേരൻസിൻ്റെയോ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെയോ ഇതിനെക്കുറിച്ച് അറിവുള്ള ആളുകളുടെയോ ഒപ്പം ഇരുന്നിട്ടേ ഈ പരീക്ഷണങ്ങളൊക്കെ ചെയ്യാൻ പാടുള്ളൂ. കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അത്ര അറിവ് ഉണ്ടാവില്ല. കാരണം അതുകൊണ്ട് നിങ്ങൾക്കൊരു കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുതിർന്ന ആളുകളുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയോ ഒക്കെ അറിയുന്ന ആളുകളുടെ കൂടെ നിന്നിട്ട് വേണം ഈ പ്രാക്ടിക്കൽസൊക്കെ ചെയ്യാൻ. ഇത് ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് വലിയ പ്രശ്നമില്ല. ഇതിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ആകെ 1.5 എത്ര ഉണ്ടാവും, 3 വോൾട്ട് ബാറ്ററി ഉള്ളൂ. സെല്ലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഉപയോഗിക്കുന്നത് നമ്മുടെ വീട്ടിൽ വരുന്ന കറണ്ടുകളിലൊന്നും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഒരു പരീക്ഷണങ്ങൾ ചെയ്യാൻ പാടില്ല. പേരൻസിൻ്റെ സഹായത്തോടെ മാത്രമേ, പേരൻസിൻ്റെയോ മുതിർന്ന ആളുടെ സഹായത്തോടെ മാത്രമേ പരീക്ഷണങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, ഈ പരീക്ഷണത്തിൽ വലിയ കുഴപ്പമൊന്നുമില്ല, ചെറിയ വോൾട്ടേജ് അതുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പഠിച്ചു ഇതിൽ നിന്ന്, ഈ എല്ലാ വസ്തുക്കൾക്കും എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. കുറച്ച് വസ്തുക്കൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇലക്ട്രിസിറ്റി കടത്തി വിടുകയുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ പിടിച്ചല്ലോ. അപ്പോൾ ഇലക്ട്രിസിറ്റി കടത്തി വിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇത് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. ഇലക്ട്രിസിറ്റി ഒരു വസ്തുവിൽ ഏതൊരു വസ്തുവാണോ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നത് ആ വസ്തുവിനെ കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഓക്കെ, എന്നാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാത്ത വസ്തുക്കളെ എന്ത് പറഞ്ഞു, അതിനെ നമ്മൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. ഇൻസുലേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ 2 കാര്യമാണ് പഠിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങോട്ട് എന്ത് രീതിയിലെങ്കിലും ഫിസിക്സോ സയൻസ് വിഷയങ്ങളിൽ ഫിസിക്സ് ഭാഗങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ 2 കാര്യം നിർബന്ധമായിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റിയെ സംബന്ധിച്ച് വേണ്ടതാണ്. കണ്ടക്ടേഴ്സും ഇൻസുലേറ്റേഴ്സും. കണ്ടക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളെ ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് എന്നും, ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുന്നു. ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന വസ്തുക്കളെ കണ്ടക്ടേഴ്സ് എന്നും ഇലക്ട്രിസിറ്റി കടത്തിവിടാത്ത വസ്തുക്കളെ ഇൻസുലേറ്റേഴ്സ് എന്നും പറയുന്നു. ഒന്നുകൂടി നിങ്ങൾ ഓർത്ത് പഠിക്കണം. ഓക്കെ, മനസ്സിലാക്കി പഠിക്കണം. ഓക്കെ, ഇനി കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിക്ക് മാത്രമല്ല, എല്ലാത്തിലും കണ്ടക്ടറുകളുണ്ട്. ഓക്കെ, ഹീറ്റ് കണ്ടക്ടർ അങ്ങനെ എല്ലാം പറയാം. അപ്പോൾ ഹീറ്റ് കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇതിൽ നിന്നൂടെ ഒന്ന് കണക്ട് ചെയ്ത് നോക്കൂ. ഹീറ്റ് കടത്തി വിടുന്ന വസ്തുക്കളാണെങ്കിൽ ഹീറ്റ് കണ്ടക്ടറാണ്. ഓക്കെ, അവിടെ ഇൻസുലേറ്റർ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ കടത്തി വിടുന്നുണ്ടെങ്കിൽ അത് കണ്ടക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയുന്നത്, ഈ 2 എണ്ണത്തിൽ. ഓക്കെ, എന്താണ് അപ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്ന വസ്തുക്കളെ എന്താണ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് എന്ന് പറയും. ഹീറ്റ് കടത്തി വിടുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഹീറ്റ് കണ്ടക്ടേഴ്സ് എന്ന് പറയും. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നതിന് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് എന്നും
ഇലക്ട്രിക് കടത്തിവിടാത്ത വസ്തുക്കൾ എന്ത് പറയുന്നു? ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. അപ്പം നമ്മളിന്ന് പഠിച്ചത് പ്രധാനപ്പെട്ട ഇന്ന് പഠിച്ച കാര്യം എന്താണ്? ഇലക്ട്രിക് കണ്ടക്ടേഴ്സ് എന്നും ഇൻസുലേറ്ററിനെ കുറിച്ചാണ് പഠിച്ചത്. ഓക്കെ, നമുക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു.